നമ്മളിപ്പോൾ പാല ഭരണങ്ങാനത്താണുള്ളത്. ഇവിടെ ഒരു സവിശേഷനായ ഒരു അതിഥിയുണ്ട്, ശ്രീ ജോസഫ് പുലിക്കുന്നേൽ. അദ്ദേഹത്തിന്റെ വോട്ട് വിശേഷങ്ങൾ, അഭിപ്രായങ്ങൾ ആരായാം. ഈ തെരഞ്ഞെടുപ്പിലല്ല, എല്ലാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ കത്തോലിക്ക സഭയുടെ ഇടപെടലുകൾ വളരെ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് എന്നൊരു ധാരണയുണ്ട്. ആ ഇടപെടലുകൾ ഉണ്ടാവാറുമുണ്ട്. ഇത്തവണ അത് വളരെ കൂടുതലാണ്. അത് കസ്തൂരി രംഗന്റെ രൂപത്തിലാണ്. എങ്ങനെയാണ് ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ടും സഭയുടെ നിലപാടുകളും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനിരിക്കുന്നത്? രാഹുകാലം വരുമ്പോൾ ഈ ഞാഞ്ഞൂലും തലപൊക്കും എന്ന് പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് അടുത്തു കഴിയുമ്പോൾ ഓരോരുത്തരും ചെറിയ ചെറിയ ഗ്രൂപ്പുകളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇത് രംഗത്തിറങ്ങാറുണ്ട്. ഇപ്രാവശ്യവും കത്തോലിക്ക സഭ കുറച്ച് പൂർവാധികം ശക്തമായി ഇറങ്ങി. പക്ഷേ അതുകൊണ്ടൊന്നും ഇവിടുത്തെ വോട്ടർമാർ, അവർ കത്തോലിക്കരാവാം അകത്തോലിക്കരാകാം, അവരുടെ തീരുമാനം എപ്പോഴും പൊളിറ്റിക്കലായിരിക്കും. പിന്നെ ഇവർക്കിതൊരു രസമാണ്. ഞങ്ങൾ പറയുന്ന പോലെ ഇവിടെ രാജ്യം ഭരിക്കുകയുള്ളൂ, അല്ലെ ഇപ്പം ഞങ്ങൾ നക്സലൈറ്റ് ആവും, ഇതൊക്കെ പറയുന്നത് ശുദ്ധത്വമാണ്. അത് ഞങ്ങളുടെ സമുദായത്തിനേറ്റ ശാപവുമാണ്. ഇവിടെ ഞങ്ങളുടെ സമുദായത്തിൽ ധാരാളം പൊളിറ്റിക്കൽ നേതാക്കന്മാരുണ്ട്. അവർ സംസാരിക്കട്ടെ, എല്ലാ പാർട്ടിയിലും ഉണ്ട്, അവർ സംസാരിക്കട്ടെ എന്ന് വെക്കാതെ ഞങ്ങളാണ് തീരുമാനിക്കുന്നതെന്ന് ഈ വോട്ടർമാരെ രാഷ്ട്രീയ പാർട്ടികളെ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ ഭയപ്പെടുത്തൽ അവസാനിക്കണമെങ്കിൽ ഇപ്പം ഒരു ഉദാഹരണം പറയാം. പി ടി തോമസിനെ മാറ്റി വേറൊരാളെ വെച്ചു. എന്തിന്? അപ്പം മെത്രാൻ പറയുന്ന കാൻഡിഡേറ്റിനെ വെച്ചില്ലെങ്കിൽ തോപ്പിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഭയമുണ്ട്. അത് പൊളിറ്റിക്കൽ പാർട്ടിക്കാണ് ഈ ഭയം, ജനങ്ങൾക്ക് ആ ഭയമില്ല. ആ ഭയം മറുപക്ഷത്തുമുണ്ട്. CPM-ഉം അതേ ഭയത്തോടു കൂടി ജീവിക്കുന്നു. ഈ കസ്തൂരി രംഗൻ റിപ്പോർട്ട് സംബന്ധിച്ച കാര്യങ്ങൾ അവർ ഉയർത്തിക്കൊണ്ടുവരികയും സഭയുടെ വോട്ടുകൾ പോകാതിരിക്കാനുള്ള എല്ലാ പരിപാടികളും നടത്തും. തീർച്ചയായിട്ടും അവരും ചെയ്യുന്നുണ്ട്. പൊളിറ്റിക്സ് എപ്പോഴും അങ്ങനെയാണ്. പൊളിറ്റിക്സ് അവരും പ്രശ്നാധിഷ്ഠിതമല്ല. പ്രശ്നാധിഷ്ഠിതമാണ് തെരഞ്ഞെടുപ്പ്. ഈ പൊളിറ്റിക്സിൽ എത്ര നല്ല കാര്യം ഭരിക്കുന്നവർ ചെയ്താൽ അതിനെ എതിർക്കുകയും എന്നുള്ളത് ഒരു സാമാന്യമായ ഒരു രീതിയാണത്. അത് മാത്രമേ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തുള്ളൂ. ഇപ്പം ഈ അവസരത്തിൽ അച്ഛന്മാരെ കൂടെ കിട്ടിയാലോ എന്ന് വിചാരിച്ച് അവരെ അച്ഛന്മാരെ പീഡിപ്പിക്കാൻ നോക്കി. അവർക്കും അറിയാം ഇത് നടക്കുകയാണെന്ന്. പക്ഷെ താത്കാലികമായി വോട്ട് താത്കാലികമാണല്ലോ. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല പൊളിറ്റിക്കൽ സീൻ. ഇപ്പോൾ കസ്തൂരി രംഗൻ കാര്യത്തിൽ, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ മൊത്തം കാര്യത്തിൽ അങ്ങയുടെ ഒരു നിലപാട് എന്താണ്? ഇവിടെ ഗാഡ്ഗിൽ കമ്മീഷൻ വന്നല്ലോ, അത് വളരെയധികം ഫേവറബിൾ ആയിരുന്നു. കാരണം അത് ഗവൺമെന്റിന്റെ ഇതായിരുന്നില്ല, നേരെ മറിച്ച് ജനസഭകൾക്കായിരുന്നു അതിനുള്ള അധികാരം. അത് വായിക്കാതെയാണ് ഈ കസ്തൂരി രംഗൻ എന്ന് പറഞ്ഞവർ നിൽക്കുന്നത്. അത് മറിക്കാൻ വേണ്ടി കസ്തൂരി രംഗനെ നിയമിച്ചു. കസ്തൂരി രംഗൻ കുറച്ച് കൂടുതലാണത്. പിന്നെ വളരെയധികം അപാകതകളുണ്ട്. ഞാനത് വായിച്ച് 2 റിപ്പോർട്ടും വായിച്ചതാണ്. വളരെയധികം അപാകതകളുണ്ട്. അത് പറഞ്ഞു തിരുത്താവുന്നതാണ്. അതിനാരെയെങ്കിലും ഈ സഭ എന്ത് പണം വെറുതെ കളയുന്നുണ്ട്. ഒരു നല്ല ഒരു ന്യൂട്രൽ ടീമിനെ വെച്ച് പഠിക്കേണ്ടതായിരുന്നു. ഇതിലൊന്നും ചെയ്തില്ല. മെത്രാൻ എന്ത് നിശ്ചയമാ? അപ്പൊ വെറുതെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും അതുവഴി ആശങ്കയുണ്ടാക്കുകയും അവരുടെ കാര്യം നേടുകയും ചെയ്യുക. അവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു 1-2 സീറ്റ് കൂടുതൽ ഇടുക്കി പ്രദേശത്ത് ഇടതുപക്ഷത്തിന് കിട്ടിയ ഞങ്ങളാ കൊടുത്ത്, അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് കേൾക്കണം. ഈ പ്രഷർ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത്. കസ്തൂരി രംഗൻ റിപ്പോർട്ടും അതുപോലെ തന്നെ ഈ സഭാ നിലപാടും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സ്വാധീനമായി മാറുമെന്നും അത് UDF-ന്റെ സീറ്റ് തന്നെ കുറയ്ക്കുമെന്നുമുള്ള, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ അവരെ കാര്യമായി ബാധിക്കുമെന്നുമുള്ള പ്രചാരണങ്ങളാണ് ആദ്യം മുതലേ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങ് തന്നെ പറഞ്ഞതുപോലെ PT തോമസിനെ ഉൾപ്പെടെ മാറ്റേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഒരു പാർട്ടിക്ക് ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തന്നെ മാറ്റി അത് പാർട്ടിയുടെ തെറ്റാണ്, ജനങ്ങളുടെ അല്ല. തോമസിനെ നിർത്തിയിട്ടെങ്കിൽ തോമസ് തീർച്ചയായിട്ടും ജയിക്കുമെന്നാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. കാരണം ഈ കത്തോലിക്കലെന്ന് പറയുന്നത് അച്ഛൻ പറയുന്നിടത്ത് മാത്രം വോട്ട് ചെയ്യുന്ന ആളുകൾ, അവർ വളരെ ചിന്തിക്കുന്നവരാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പ്രത്യേകതയുള്ളത് പുതിയ ചില പാർട്ടികളുടെ വരവാണ്. പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ ആം ആദ്മിയൊക്കെ വരുന്നു. അതിന്റെയൊക്കെ ഒരു ഭാവി എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? മുമ്പേ ഞാൻ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒത്തിരി പാർട്ടികളുണ്ടാവും.
ഞാൻ എവിടെയെങ്കിലും വടക്കേണ്ടിയിൽ ഉള്ള ഒരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ അതിൻ്റെ പ്രതിനിധിയാണ്. കുറെ കാശും കിട്ടും. ഇതിനപ്പുറത്തേക്കൊന്നും ഇതിനകത്തില്ല. ആ പാർട്ടികളൊന്നും ഇവിടെ കേരളത്തിലുണ്ടാകുന്നതല്ല ഇതൊന്നും. ഇതൊക്കെ വേറെ എവിടെ നിന്നെങ്കിലും കെട്ടിയിറങ്ങുന്നതല്ലേ. അതുകൊണ്ട് അത് വലിയ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ചെറുകക്ഷികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുകയും അതുവഴി ഭരണത്തെ നിയന്ത്രിക്കുന്നത് അവരായിരിക്കുമെന്നുമുള്ള ഒരു പൊതുധാരണ ഇപ്പോൾ ഏതാണ്ട് ഉണ്ടായി വരുന്നുണ്ട്. ചിലരെങ്കിലും അങ്ങനെ നിരീക്ഷിക്കുന്നുമുണ്ട്. എന്തായിരിക്കും തെരഞ്ഞെടുപ്പ് അനന്തരം ദേശീയ തലത്തിൽ? അത് തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകാൻ പോകുന്നത്. ഓൾ ഇന്ത്യ ലെവലിൽ പ്രാദേശിക പാർട്ടികളുടെ ശക്തി കൂടും. അതുകൊണ്ട് ഈ പറയുന്ന ഒരു ചെയിനിന്റെ ബലം അതിന്റെ ഏറ്റവും ദുർബലമായ കണ്ണിയാണ് എന്ന് പറഞ്ഞതുപോലെ ഈ ഭരണം അവരുടെ കയ്യിലേക്ക് പോകും. ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ മറുഭാഗം കൈപൊക്കിയാൽ ഗവൺമെന്റ് തകരും. അതിനുവേണ്ടി ധാരാളമായ പൊളിറ്റിക്സ് നടത്തിക്കൊണ്ടിരിക്കും. ഇത് പൊളിറ്റിക്സ് അല്ല, പൊളിറ്റിക്സ് ആണ്. മോദി ആണ് ഈ തെരഞ്ഞെടുപ്പിലെ വലിയൊരു പ്രചാരണ ചിത്രം. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം മോദിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രചാരണം നടത്തുന്നു. മറുകക്ഷികൾ മോദി ഫിയറും ഉയർത്തുന്നു. എന്താണ് മോദിയുടെ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ? ഈ ബി.ജെ.പിക്ക് വാജ്പേയിയുടെ മരണത്തിന് ശേഷം ഒരു വലിയ വാക്വം ഉണ്ടായി. ആ വാക്വം നികത്താതെ അവർക്ക് ദേശീയ രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അദ്വാനി കൊള്ളാം, പക്ഷേ അദ്ദേഹം വളരെ പ്രായമായി. പിന്നെ കുറേയെല്ലാം മുറിവാശികളുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ വന്നപ്പം പിന്നെ 3 പ്രാവശ്യം തുടരെ ഒരു സംസ്ഥാനത്തിൽ ഭരിച്ച ഒരു വ്യക്തിക്ക് ജനസംഘടന ഉണ്ടെന്ന് ചിന്തിക്കുന്നത് തെറ്റില്ലല്ലോ. അതുകൊണ്ട് അവർ ഉയർത്തിപ്പിടിച്ചു. ഇപ്പം മോഡിങ് വന്നു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ തകരും, മൈനോറിറ്റി എല്ലാം പോകുമെന്നൊക്കെ പറയുന്നത് ശുദ്ധ കളവാണ്. അങ്ങനെയൊന്നും ഒരുത്തർക്ക് ഇന്ത്യയിൽ നടക്കില്ല, വേറെ വല്ലയിടത്തും നടക്കുമായിരിക്കും. ഇന്ത്യയിൽ അങ്ങനെ ആർക്കും മതപരമായ പീഡിപ്പിച്ചതുകൊണ്ട് ഈ ഭരണം കൊണ്ടുപോകാൻ പറ്റില്ല. വളരെയധികം നന്ദി ശ്രീ ജോസഫ് പുലിക്കുന്നേൽ. നമ്മൾ കോട്ടയം ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് നീങ്ങുകയാണ് ഇന്ന് വോട്ട് വഴിയിൽ.